നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ഉറങ്ങുവത് പോലും ചാക്കാട്, ഉറങ്ങി എഴുപ്പത് പോലും പിറപ്പ്. ഈ വരികൾ തിരുവള്ളുവരുടെ തിരുക്കുറലിൽ ഉള്ളതാണ്. മരണം ഉറക്കം പോലെയാണ്, ജനനം ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് പോലെയും എന്ന് പറയുകയാണ് ഈ വരികളിലൂടെ തിരുവള്ളുവർ. ഭൗതിക ജീവിതമെന്ന ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ജനനവും മരണവും. ആത്യന്തികമായ വസ്തുനാശം ഒരിടത്തും സംഭവിക്കുന്നില്ല. എവിടെയും രൂപപരിണാമം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. രൂപം മാറ്റി മറ്റൊരു രൂപം കൈക്കൊള്ളുന്നു. തൽക്കാല രൂപം മാറുന്നത് മരണം, പുതിയ രൂപം കൈക്കൊള്ളുന്നത് ജനനം. ഒരു നടൻ വിവിധ വേഷങ്ങൾ കെട്ടുന്നത് പോലെ ഇടയിലുള്ള അവ്യക്താവസ്ഥ ഉറക്കത്തിന് സമം. ജഡദൃശ്യങ്ങൾ വസ്തുവിലെ മായാപ്രകടനങ്ങൾ മാത്രമാണെന്ന് വിളിച്ചറിയിക്കുന്ന ഹേതുവാണ്. ആദിയിലും അന്ത്യത്തിലും ഉള്ള അവ്യക്താവസ്ഥ, അതാണ് തിരുക്കുറലിൽ പറഞ്ഞിരിക്കുന്ന ഉറക്കത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. തുടർന്ന് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. ഭഗവൻ കിമുപാദേയം ഗുരുവചനം ഹേയമപി ച കിം അകാര്യം കോ ഗുരു അധിഗത തത്വ ശിഷ്യഹിതായോദ്യതഃ സതതം. ഭഗവൻ കിമുപാദേയം ഗുരുവചനം ഹേയമപി ച കിം അകാര്യം കോ ഗുരു അധിഗത തത്വ ശിഷ്യഹിതായോദ്യതഃ സതതം. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം കേൾക്കാം. ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ പ്രശ്നോത്തര രത്നമാലികയാണ് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ആരാണ് ഗുരു എന്ന ചോദ്യത്തിന് യഥാർത്ഥ തത്വത്തെ സാക്ഷാത്കരിച്ച ആളാണ് ഗുരു എന്നുത്തരം പറയുന്നു. തത്വം എന്ന വാക്കിന് ആത്മബ്രഹ്മ ഐക്യം എന്ന സാമാന്യ അർത്ഥത്തിൽ എടുക്കാം. എപ്പോഴും ശിഷ്യൻ്റെ നന്മയ്ക്കായി ഉണർന്നിരിക്കുന്ന ആളാണ് ഗുരു. ഇത്തരത്തിൽ ഗുരു ശിഷ്യ സംവാദങ്ങൾ അടങ്ങിയ പ്രശ്നോത്തര രത്നമാലികയിലെ ശ്ലോകം സ്വാമിജി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം
അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 2-ാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് 1-ാമത്തെയും 2-ാമത്തെയും ചോദ്യങ്ങളാണ്. എന്താണ് സ്വീകരിക്കപ്പെടേണ്ടത്? ഉപാദേയം എന്ത്? എന്താണ് ഉപേക്ഷിക്കപ്പെടേണ്ടത്? ഹേയം എന്ത്? ഇതാണ് യഥാക്രമം 1ഉം 2ഉം ചോദ്യങ്ങൾ. ഇതാണല്ലോ മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ. ഈ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഒരിക്കലും അയാൾ ജീവിതത്തിൽ പതറില്ല, വഴി തെറ്റില്ല. ഇപ്പോൾ ജീവിതത്തിൽ എന്താണ് സ്വീകരിക്കേണ്ടത്, എന്താണ് ഉപേക്ഷിക്കേണ്ടത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അത് കഴിഞ്ഞേ മറ്റെന്തും വേണ്ടു, മറ്റെന്തിനും സ്ഥാനമുള്ളൂ. അതുകൊണ്ട് 1ഉം 2ഉം ചോദ്യങ്ങൾ ഇതാണ്: കിം ഉപാദേയം, കിം ഹേയം. അവിടെ ഉപാദേയം പറഞ്ഞു ഗുരുവചനമാണ്, ഹേയം അകാര്യമാണ്. ഇവിടെ ഒരു പ്രാഥമിക തലത്തിൽ ഒട്ടും ധർമ്മശാസ്ത്രങ്ങളൊന്നും പഠിക്കാത്ത ഒരാളോട് ഉപേക്ഷിക്കേണ്ടത് എന്താണ്, അകാര്യമാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം അയാൾക്ക് കാര്യാകാര്യങ്ങൾ എന്തെന്നറിയില്ല. എന്നാൽ ഇവിടെ സംസാരിക്കുന്നത് ഗുരുവും ശിഷ്യനും തമ്മിലാണ്. അപ്പോൾ ഈ മറുപടി കേട്ടാൽ നമുക്ക് മനസ്സിലാവും, സാമാന്യമായി ധർമ്മശാസ്ത്രങ്ങളെ പഠിച്ചിട്ടുള്ളവനാണ് ശിഷ്യൻ. അതുകൊണ്ട് തന്നെ അകാര്യം എന്താണെന്നുള്ളത് അയാൾക്ക് മനസ്സിലാവും. ഇനി മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യരെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ധർമ്മബോധമുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിൽ അടിസ്ഥാനപരമായി ധർമ്മബോധമുണ്ട്. ചിലരെങ്കിലും ഇത് കേൾക്കുമ്പം ചിന്തിക്കുന്നുണ്ടാവും, ഇതെന്ത് വിഡ്ഢിത്തമായി പറയുന്നത്? എത്രമാത്രം കൊലപാതകങ്ങൾ നടക്കുന്നു, എത്രമാത്രം ബലാത്സംഗങ്ങൾ നടക്കുന്നു, എത്രമാത്രം രാഷ്ട്രവിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്നു, മനുഷ്യത്വത്തിന് യോജിക്കാത്ത, ചിന്തിക്കാൻ കഴിയാത്ത എന്തെല്ലാം വികർമ്മങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യന്മാരല്ലേ? അപ്പോൾ അതെല്ലാം കണ്ടിട്ടും മനുഷ്യൻ അടിസ്ഥാനപരമായി ധർമ്മബോധമുള്ളവനാണെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ എന്ന് സംശയം വരാം. ഇതെല്ലാം കണ്ടാലും ഒരു സംശയമില്ല, നമ്മൾ ആവർത്തിച്ച് പറയുന്നു, മനുഷ്യൻ അടിസ്ഥാനപരമായി ധർമ്മബോധമുള്ളവനാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് മനസ്സിനും സാക്ഷിയായി അന്തരംഗത്തിൽ അതിസൂക്ഷ്മതലത്തിൽ നിന്ന് നമ്മൾ ഏത് അരുതാത്തത് ചെയ്യാൻ പോകുമ്പോഴും പാടില്ല പാടില്ല എന്ന് വിലക്കലുണ്ട്. സ്വയം നോക്കൂ ഇല്ലേന്ന്. എന്തെങ്കിലും ഒരു അകാര്യം നമ്മൾ ചെയ്യാൻ പുറപ്പെടുമ്പോൾ അരുതെന്നുള്ളിൽ നിന്ന് പറയുന്നില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. ജീവിതത്തിൽ തെറ്റുകൾ മാത്രം ചെയ്യുന്നവർ, ഹീനങ്ങളായ അകൃത്യങ്ങൾ മാത്രം ചെയ്യുന്നവർ, അവർക്ക് തീർച്ചയായിട്ടും ഈ ഉള്ളിൽ നിന്നുള്ള ചോദ്യം ഉണ്ടാവില്ല. പക്ഷേ അവരും ആദ്യം തെറ്റ് ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ, ഒരു മോഷ്ടാവ് ആദ്യം മോഷ്ടിക്കാൻ പുറപ്പെടുമ്പോൾ, ഒരു കൊലപാതകി ആദ്യം കൊല്ലാൻ പുറപ്പെടുമ്പോൾ, ഒരകൃത്യം ചെയ്യുന്ന ആൾ ആദ്യം ചെയ്യാൻ പുറപ്പെടുമ്പോൾ ആ വിലക്കൽ ഉള്ളിൽ നിന്നുണ്ടായിരുന്നു. ആ മനസ്സാക്ഷിയുടെ ശബ്ദത്തെ ലംഘിച്ചുകൊണ്ടാണ്, അതിക്രമിച്ചുകൊണ്ടാണ് ആദ്യത്തെ തെറ്റ് ചെയ്തത്. പിന്നെ ക്രമേണ ആ ശബ്ദം ഇല്ലാതാകും. പിന്നെ എന്ത് ചെയ്യാനും മനുഷ്യനൊരു മടിയുണ്ടാവില്ല. അതുകൊണ്ട് പറയട്ടെ, എല്ലാവരുടെ ഉള്ളിലും മറഞ്ഞു കിടക്കുന്നുണ്ട് ഈ ധർമ്മബോധം. അപ്പോൾ നമുക്കൊക്കെ അറിയാം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തതെന്ന്. അങ്ങനെ ചെയ്യരുതാത്തത് എന്ന് നമുക്കറിയുന്ന ഒന്ന് ഒരിക്കലും ചെയ്യരുത്. ആര് നിർബന്ധിച്ചാലും ചെയ്യരുത്. നമ്മുടെ എത്ര പ്രിയപ്പെട്ട ആളോ ആവട്ടെ, ഏതെല്ലാം തരത്തിൽ സാമൂഹിക ബന്ധങ്ങളുള്ള ആളോ ആവട്ടെ, അരുതാത്തത് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യരുത്. ഇത് ജീവിതത്തിൽ വ്രതമാകണം. അതുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ 2 വിഷയങ്ങളാണ് 1ഉം 2ഉം പ്രശ്നങ്ങൾ. എന്താണ് സ്വീകരിക്കപ്പെടേണ്ടത്? മറുപടി ഗുരുവചനം. എന്താണ് തള്ളപ്പെടേണ്ടത്? അകാര്യം, ചെയ്യരുതാത്തത്. ഇതാണ് 1ഉം 2ഉം ചോദ്യോത്തരങ്ങൾ. 3ാമത്തെ ചോദ്യം, കഹ ഗുരുഹു? ആരാണ് ഗുരു? ഇവിടെ ഗുരുവചനമാണ് സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ഗുരുവചനമാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ചോദ്യമാണ് കഹ ഗുരുഹു? ആരാണ് ഗുരു? മറുപടി അധിഗത തത്വഃ ശിഷ്യഹിതായോദ്യതഃ സതതം. അപ്പോൾ ഗുരുവിന്
ഇവിടെ പറയുകയാണ് അധികത തത്വ, തത്വത്തെ സാക്ഷാത്കരിച്ചവനാണ് ഗുരു. അധികത തത്വ, അധികതമാവുക എന്ന് പറഞ്ഞാൽ അധിഗമിക്കുക, പ്രാപിക്കുക. എന്തിനെ പ്രാപിക്കുക? അറിയുക. പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അറിയുക എന്നർത്ഥം. എന്തിനറിയുക? തത്വത്തെ അറിയുക. അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന തത്വത്തെ അറിഞ്ഞിരിക്കുന്നവനാണ് ഗുരു. തത്വത്തിന് സാമാന്യമായിട്ട് ഉള്ളതിനെ എന്നർത്ഥം പറയാം. ഉള്ളതിനെ അറിഞ്ഞിരിക്കുന്നവൻ. വിശേഷമായിട്ട് തത് ത്വം ശബ്ദങ്ങളുടെ സമാഹാരമാണ് തത്വം. തത് ശബ്ദത്താൽ പരമാത്മാ ലക്ഷ്യമാക്കപ്പെടുന്നു. ത്വം ശബ്ദത്താൽ ജീവാത്മാ ലക്ഷ്യമാക്കപ്പെടുന്നു. ജീവപര ഐക്യമാണ്, അല്ലെങ്കിൽ ആത്മബ്രഹ്മ ഐക്യമാണ് തത്വം. ജീവേശ്വര ഐക്യമെന്നും പറയാം. ഈ തത്വത്തെ അറിഞ്ഞിട്ടുള്ള ആളാരോ, സാക്ഷാത്കരിച്ചിട്ടുള്ള ആളാരോ, അയാളാണ് അധികത തത്വ. ഇവിടെ ഒരു സംശയം വരികയാണ്, ഒരാൾ അധികത തത്വനാണെന്നുള്ളത് കൊണ്ട് ഗുരു ആവുന്നുണ്ടോ? വിജ്ഞാനികളെല്ലാവരും ഗുരുക്കന്മാരാകുമോ? ചോദ്യം. അതിന് മറുപടി പറയുകയാണ്, ശിഷ്യഹിതായ ഉദ്യതഃ സതതം. സതതം, എപ്പോഴും എപ്പോഴും ജീവിതത്തിൻ്റെ മാറി വരുന്ന ഏതവസ്ഥകളിലും, ശീതമാകട്ടെ ഉഷ്ണമാകട്ടെ, സുഖമാകട്ടെ ദുഃഖമാകട്ടെ, മാനമാകട്ടെ അപമാനമാകട്ടെ, സ്തുതിയാകട്ടെ നിന്ദയാകട്ടെ, പൂജയാകട്ടെ പരിഭവമാകട്ടെ, ജീവിതത്തിൽ മാറി വരുന്ന ഏതവസ്ഥകളിലും ശിഷ്യഹിതായ ഉദ്യതഃ, ശിഷ്യൻ്റെ ഹിതത്തിനായിക്കൊണ്ട്, ആര് തന്നെ വിദ്യയ്ക്കായി ആശ്രയിച്ചിട്ടുണ്ടോ അവൻ്റെ ഹിതത്തിനായിക്കൊണ്ട്, അവൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് സദാ ഉദ്യതൻ, ഉയർന്ന് ഉണർന്നിരിക്കുന്നവൻ. ഉദ്യതനായവൻ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്നവൻ, പ്രയത്നശാലിയായിരിക്കുന്നവൻ. ഗുരുവിനെ സംബന്ധിച്ച് ഒറ്റ വീക്ഷണമേ ഉള്ളൂ, എപ്പോഴും ശിഷ്യൻ്റെ ഹിതമുണ്ടാകണം, ശിഷ്യന് നന്മയുണ്ടാകണം. ഏതൊരു തത്വജ്ഞാനത്തിന് ശിഷ്യൻ തന്നെ പ്രാപിച്ചുവോ ആ ലക്ഷ്യത്തിലേക്ക് ശിഷ്യൻ എത്താൻ സാധിക്കണം. അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക്, അറിവിലേക്ക് ശിഷ്യനെ ഉയർത്തുന്നതിനായിട്ട് സദാ ഉദ്യമിച്ചിരിക്കുന്നവനാരോ, ജാഗ്രതയോടുകൂടി ഇരിക്കുന്നവനാരോ, അവനാണ് ഗുരു. അപ്പോൾ ഗുരുവിനിവിടെ കഹ ഗുരുഹു, ആരാണ് ഗുരു എന്ന ചോദ്യത്തിന് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് മറുപടി. ആദ്യം പറഞ്ഞു അധികത തത്വനാണ്, തത്വത്തെ അറിഞ്ഞവനാണ്, അതുകൊണ്ട് മാത്രം കാര്യമായില്ല. ശിഷ്യഹിതായ സതതം ഉദ്യതഃ, ശിഷ്യഹിതത്തിനായിക്കൊണ്ട് സതതം എപ്പോഴും നിരന്തരം ഉദ്യതനാണ് ഗുരു. അങ്ങനെ 3 ചോദ്യങ്ങൾക്കുള്ള സമാധാനമാണ് ഈ 2ാം ശ്ലോകത്തിൽ. ഭഗവൻ കിമുപാദേയം ഗുരുവചനം ഹേയമപി ച കിമകാര്യം കോ ഗുരുരധിഗത തത്വഃ ശിഷ്യഹിതായോദ്യത സതതം. 3ാം ശ്ലോകം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലും പ്രഭാഷണങ്ങളിലും മിക്കപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് ശാസ്ത്രം. മഹർഷിമാർ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല ഇംഗ്ലീഷിലെ സയൻസ് എന്ന വാക്ക്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന ചൈതന്യത്തെ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ശാസ്ത്രം. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി സാന്ദ്രാനന്ദ സംസാരിക്കുന്നത്. നമ്മളുടെ ആധ്യാത്മികമായിട്ടുള്ള ലോകത്തും ഭൗതിക ലോകത്തും നമ്മൾ ഉപയോഗിക്കുന്ന, സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ശാസ്ത്രം. നമ്മൾ ഇംഗ്ലീഷിൽ സയൻസ് എന്ന് പറയുന്നു, മലയാളത്തിലും സംസ്കൃതത്തിലുമൊക്കെ ശാസ്ത്രമെന്ന് പറയുന്നുണ്ട്. പക്ഷേ സംസ്കൃതത്തിൽ മഹർഷിമാർ പറയുന്ന ശാസ്ത്രം അല്ല ഇംഗ്ലീഷിൽ പറയുന്ന സയൻസ്. പക്ഷെ മലയാളത്തിൽ നമ്മൾ രണ്ടിനും ഒരേ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ശാസ്ത്രം മഹർഷിമാരുടെ കാഴ്ചപ്പാടിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന ആ ചൈതന്യത്തെ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പുരാണങ്ങളോ ഇതിഹാസങ്ങളോ
മറ്റ് ഒന്നും ശാസ്ത്രമായിട്ട് മഹർഷിമാർ കണക്കാക്കിയിട്ടില്ല. ഉപനിഷത്തുകളാണ് ശാസ്ത്രം. അതിൽ പ്രതിപാദിക്കുന്ന ഉപനിഷത്തിൽ ഒരു സ്ഥലത്തും പ്രത്യേകിച്ച് ഒരു ദേവതയെയോ യജ്ഞത്തെയോ ഒന്നും പ്രതിപാദിക്കുന്നില്ല. ശുദ്ധമായിട്ടുള്ള അറിവിനെ, അതായത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന ആ ചൈതന്യത്തെ, ആ സത്തിനെ, അതിനെയാണ് ദൈവം എന്നൊക്കെ പറയുന്നത്. അതിനെക്കുറിച്ച് മാത്രമുള്ള വിവരണം മാത്രമാണ്. അനുഭവസ്ഥരായിട്ടുള്ള മഹർഷിമാരുടെ സാക്ഷ്യങ്ങളാണ്. എന്നാൽ ആധുനിക ശാസ്ത്രമെന്ന് പറയുന്നത് അവരും ശ്രമിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സത്ത എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പുറത്തേക്ക് അവർ അന്വേഷിക്കുകയാണ്. ഉപകരണങ്ങൾ കൊണ്ട് എപ്പോഴും പുറത്തേക്കാണ് അന്വേഷണം. ഈ പ്രപഞ്ചത്തിൻ്റെ സത്ത കണ്ടെത്തുക, അതിൻ്റെ ആദി കണ്ടെത്തുക, അങ്ങനെ പല പല രീതിയിൽ അവർ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ആ അന്വേഷണത്തിലൂടെയും അവൻ ആഗ്രഹിക്കുന്നത് മനുഷ്യന് ഈ ഭൂമിയിൽ എങ്ങനെ സുഖമായി ശാന്തമായി ജീവിക്കാൻ സാധിക്കും. മറിച്ച് നമുക്ക് ഇങ്ങനെയും കൂടി ചിന്തിക്കാം, എങ്ങനെയാണ് ഒരുത്തന് ആത്യന്തികമായിട്ടുള്ള സുഖപ്രാപ്തി കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത്, ജീവനുള്ള എല്ലാം ആഗ്രഹിക്കുന്നത് സുഖമാണ്. ഒരിക്കലും ദുഃഖം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ശരീരത്ത് വന്നിരിക്കുന്ന കൊതുക്, അത് രക്തം കുടിച്ച് അതിന് സുഖമായിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത്. പക്ഷെ നമ്മൾ അതിനെ കൊല്ലുന്നു എന്ന് അതിന് തോന്നുമ്പോൾ നമ്മൾ കൈ പൊക്കിയാൽ മതി, ആ സെക്കൻഡിൽ അതിൻ്റെ ജീവനും കൊണ്ട് അത് ഓടിപ്പോവുകയാണ്. കാരണം ആ കൊതുകിൽ പോലും ആ ഒരു ഭയം, അത് ആഗ്രഹിക്കുന്ന സുഖമാണ്. പക്ഷേ സുഖത്തിന് വിഘാതമായി തൻ്റെ ജീവൻ അപകടത്തിലാകുമ്പോൾ അത് പറന്ന് രക്ഷപ്പെടുകയാണ്. ഇതേപോലെയാണ് മനുഷ്യനും. വിവേകം ഉണ്ട് അവന്, പക്ഷേ ആ വിവേകത്തെ ശരിയായ രീതിയിൽ അവന് ഉപയോഗിക്കാത്തത് കൊണ്ട് അവന് ഈ സുഖത്തെ ശരിയായ രീതിയിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. അവൻ ഭൗതികമായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അവൻ്റെ മനസ്സ് പോകുന്നു, ഇന്ദ്രിയങ്ങൾ പോകുന്നു. അങ്ങനെ അവൻ സുഖം ആഗ്രഹിക്കുമ്പോൾ അവന് ലഭിക്കുന്നത് ദുഃഖമായിട്ടാണ്. ഇതുകൊണ്ടാണ് മഹർഷിമാർ പണ്ട് തന്നെ ഈ വെളിയിലേക്കുള്ള ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വെളിയിലേക്കുള്ള സഞ്ചാരത്തെ ബ്ലോക്ക് ചെയ്തുകൊണ്ട്, അതിനെ അടിച്ചമർത്തുകയല്ല, അതിൻ്റെ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് വെളിയിലല്ല സത്യത്തെ അന്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ സുഖത്തെ അന്വേഷിക്കേണ്ടത്, മറിച്ച് അകത്തേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് ഉള്ളിലേക്ക് തിരിയുന്നത്. പക്ഷേ അതിനെ ഭൗതികവാദികൾ തെറ്റായി വ്യാഖ്യാനിച്ചു. കാരണം ഇതിനെ പരിപൂർണമായി നിഷേധിച്ചുകൊണ്ടാണ് ഇവർ സത്യത്തെ തേടുന്നത്, സുഖത്തെ തേടുന്നത് എന്നുള്ള രീതിയിൽ അതിനെ പ്രചരിപ്പിച്ചപ്പോഴാണ് പ്രശ്നമായത്. നമ്മൾ ഈ ലോകത്ത്, നശിച്ചു പോകുന്ന ഈ ലോകത്ത് നശിക്കാത്ത ഒന്നിനെ കണ്ടെത്താൻ വേണ്ടി, ആത്യന്തികമായിട്ടുള്ള സുഖത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. ഈ ജാഗ്രത അവസ്ഥ, ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളിതൊക്കെ തേടുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ കിടക്കുന്നതും ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. പക്ഷേ അതിൻ്റെ പരിമിതികളെ ഭൗതികശാസ്ത്രവും ആ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ഗമിക്കുമ്പോഴാണ് നമ്മൾക്ക് പ്രശ്നങ്ങളില്ലാതെ ശാന്തസുന്ദരമായ ഒരു ലോകം, ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നേരെ മറിച്ച് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആ തലത്തെക്കുറിച്ചുള്ള അജ്ഞാനം കൊണ്ട് ഭൗതികതയിൽ മാത്രം നമ്മൾ ചിന്തിക്കുകയും അത് മാത്രമാണ് ശരിയെന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ആ ഒരു സുഖപ്രാപ്തിക്ക് വേണ്ടി അവിടെ ഇവിടെയും അലയേണ്ടി വരുന്നത്. തീർച്ചയായും ഈ ശാസ്ത്രത്തെ, രണ്ട് ശാസ്ത്രത്തെയും നമ്മൾക്ക് കൂട്ടിയോജിപ്പിക്കുവാനായിട്ട്, രണ്ടിൻ്റെയും യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സന്ദർഭമാണ്. കാരണം അത്രമാത്രം മോഡേൺ സയൻസ്
വളരെ അഡ്വാൻസ് ആയിട്ടുണ്ട്. പ്രാണനെക്കുറിച്ചും ആ പ്രാണൻ ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നതിനെക്കുറിച്ചും നമ്മുടെ ശരീരത്തിലായാലും നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ ഈ പ്രാണൻ്റെ ശക്തി കൊണ്ടാണ്. പക്ഷേ ആധുനിക ശാസ്ത്രം എനർജി വരെയേ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടുള്ളൂ. ഈ ഉപകരണങ്ങൾ കൊണ്ട് എനർജിയാണ് ഇതിനെല്ലാം സ്പന്ദിപ്പിക്കുന്നത്. മഹർഷിമാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അത് പ്രാണനാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ പ്രാണനെ കണ്ടെത്തുവാൻ ഉപകരണങ്ങൾ കൊണ്ട് സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടുന്നത്. ശരിയായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ഭൗതികവാദികളാണെങ്കിലും അവർ മഹർഷിമാരുടെ വഴിയിലേക്കാണ് ക്രമേണ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അവരുടെ മനസ്സ്, അവരുടെ ബുദ്ധി ഒക്കെ നിശ്ചലമാകുകയാണ്. അതായത് കാലദേശങ്ങളെയും സ്പന്ദിപ്പിക്കുന്നത് ആ പ്രാണനാണ്, ആ പരമ്പൊരുളാണ് എന്നുള്ള തലത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു നല്ല ലക്ഷണമാണ്. നമ്മൾക്കും അതിനോടൊപ്പം നമ്മുടെ യുക്തിയും നമുക്ക് ഉപയോഗിച്ച് നമുക്കും ശാന്തചിത്തരാകാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.